കോവിലായി വാഴ്ത്തപ്പെടുന്ന നിയമസഭ ഇന്ന് ഗുണ്ട മാഫിയ സംഘങ്ങളുടെയും അഴിമതിക്കാരുടെയും കൂത്തരങ്ങായി മാറിയിരിക്കുന്നു. പൊതുസമൂഹം നിസ്സഹായരായി നോക്കി നിൽക്കുന്നു. ഞങ്ങൾ അവതരിപ്പിക്കുന്നു കുരുക്ഷേത്രം. ഇതിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഏതെങ്കിലും ഭരണകർത്താക്കളോട് സാമ്യം തോന്നിയെങ്കിൽ അത് തികച്ചും യാദൃശ്ചികമായിരിക്കും. നമ്മുടെ ധനമന്ത്രി ഒന്ന് വന്നോട്ടെ. ഇന്നത്തെ ബഡ്ജറ്റ് അവതരണം കേട്ട് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഞെട്ടും. ഞാൻ ഞൊട്ടും. താൻ പോരാ അവിടുന്ന്. കാണാം നമുക്ക്. സിനിമ പ്രതിപക്ഷമാ. നമ്മൾ പ്രതിപക്ഷം നിയമസഭയായി തിയേറ്റർ അല്ല. മനസ്സിലായോ? ആ ബോധം തനിക്കുണ്ടോ? എനിക്കുണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. ഒത്തു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ മന്ത്രിസഭ പിടിച്ചൊക്കെ താഴെ ഇടാം. താഴെ ഇട്ടാൽ നമ്മളെ കൈക്ക് ഇരിക്കാൻ പറയണം. പിന്നെ വലിച്ചങ്ങ് ഇട്ടിട്ട് പിന്നെ നമ്മൾ 5 കൊല്ലം വരച്ചോ ഭയങ്കര സംഭവമാണ് നടത്തിയത്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇത്തവണത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോ ജനങ്ങൾക്ക് നന്മയില്ലാത്ത ബഡ്ജറ്റ് ആണെങ്കിൽ പ്രതിപക്ഷം ശക്തമായ എന്താണോ പറഞ്ഞത്? താനെന്നോ? നമ്മളെ മുതലാളിയെ താനെന്ന്, നേതാവിനെ താനെന്ന്, താനെന്ന് വിളിക്കാൻ താനാരാടോ? ആ പാട്ട് അങ്ങനല്ല, ഇങ്ങനെ താനേ താനാനേ താനാനേ താനേ താനേ താനാനേ താനാനേ താനേ താനാനേ താനാനേ താനേ താനേ താനാനേ താനാനേ. എള്ളുള്ളേരി എള്ളുള്ളേരി മാനിനങ്കേരെ തുമ്പിക്കൈയെ മാനിനങ്കേരെ മാനിനങ്കേരെ കുമരിനങ്കേരെ. ഇത് ഷാപ്പാണോ നിയമസഭയാണോ? ഷാപ്പാണ് സാർ. എന്നാ ഒരു ഉപ്പി കള്ള. എടാ ഞാനാരെന്ന് മനസ്സിലായോ? ആരാ? സ്പീക്കർ. ഏതിന്റെ? അഹുജയുടെ. എടാ ഈ ബഡ്ജറ്റ് നിയന്ത്രിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ആളാണെന്ന്. സ്പീക്കർ ബക്കറ്റൊക്കെ റെഡിയാണല്ലോ. ഒരാളും കൂടി കയറാറുണ്ടോ? സമയം എവിടെ കയറിയാണൊന്ന് ഇരിക്കും. ഇയാളല്ലേ താമസം? എന്താ ബസ് കിട്ടിയില്ല? ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞ ബസ് കിട്ടി. അല്ലേ താൻ മന്ത്രിയാന്നൊക്കെ പറയാൻ മേലായിരുന്നു. ഗതാഗത വകുപ്പെന്ന് കേട്ടതേ KSRTC ചവിട്ടി പുറത്താക്കി. 3 മാസത്തെ ശമ്പളം കുശി കിടക്കല്ലേ? സാറേ ഈ ബഡ്ജറ്റ് അങ്ങനെ തുടങ്ങാൻ പറ്റത്തില്ല. ഇതുവരെ ധനകാര്യ മന്ത്രി കള്ളനല്ല. CM വന്നു. സാറേ എനിക്കൊരു കാര്യം പറയട്ടോ സാർ. ഞാൻ വന്ന് വണ്ടിയിൽ ഇറങ്ങിയ ഉടനെ ഈ കരിങ്കൊടി പൊക്കി കാണിച്ചു പിടിച്ചു പറിച്ചുകൊണ്ട് വന്നതാ. കേരളത്തിൽ ഈ കരിങ്കൊടി ഈ കറുത്തതെല്ലാം നിർത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കറുത്ത തുണി അങ്ങ് നിർത്തണം. എന്റെ ഒരു ആവശ്യമാണ്, അംഗീകരിക്കണം. പിന്നെ നമുക്ക് അടിച്ചു പൊളിക്കണം മരം കേട്ടോ പറഞ്ഞു. സാറപ്പുറത്തെ കക്ഷിയില്ലേ നിങ്ങൾ? സാർ ഇവിടെയാണ് സാർ. ഇങ്ങോട്ട് പ്രതിപക്ഷം അതുപോലെ ഈ എക്സൈസ് മന്ത്രിക്ക് എന്തായാലും പറയാനുണ്ടോ? അല്ല സാറേ, സാറിന്റെ പോസ്റ്റ് പോലും അറിയില്ല. കറക്റ്റ് പുള്ളി എക്സൈസ് മന്ത്രിയാണ്. സാറിന് എങ്ങനെ മനസ്സിലായി? ഈ വീവരയിലെ തിളങ്ങുന്ന സ്റ്റിക്കർ ഷർട്ടേൽ കണ്ടു. ഇവിടെ ബഡ്ജറ്റ് കയറി വേണം. പുള്ളിക്ക് ഇത്ര ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ കോംപ്ലക്സ് അടിക്കും. അങ്ങനെ ഒരു സ്വഭാവമാണ്. അളിയന്റെ കല്യാണമല്ലോ ഇവിടെ. വരാൻ പറ സാർ. ഈ കളിയാ ഞാൻ പോയി. പോയാ മതി. അവര് പോവും, ഒന്നും നോക്കണ്ട. നന്നായിട്ട് അനീതിയാണ് സാർ. ഈ നടക്കാൻ പോകുന്ന ബഡ്ജറ്റ് അനീതിയാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന് 325 പേപ്പർ മാത്രം ഉണ്ടായിരുന്നു. 1 ലക്ഷം പേപ്പർ വെച്ച് വന്നിരിക്കുകയാണ് സാർ. ഞാൻ പറയുന്നത് കേട്ടു സാർ. സാർ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിട്ടുള്ള 600 പേപ്പർ മാത്രമേ ഞാൻ ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പൊ അതിൽ കൂടുതൽ പേപ്പറാണല്ലോ അതിനകത്ത്.
കള്ളക്കണക്കൊക്കെ എഴുതി കൂട്ടുണ്ട് അന്നേരം ഇത്തിരി ഇതെല്ലാം കൂടെ വാരി കൂട്ടി അഴകിയ രാവണൻ വേണ്ടേ വേണ്ട, അഴകിയ ഭരണം വേണ്ടേ വേണ്ട. വായിക്കണോ? അതെ, എല്ലാവരും ശാന്തരായിട്ടിരിക്കണം. ബഡ്ജറ്റ് വായിക്കാൻ പോവാണ് കേട്ടോ. വായിക്കണം. കേക്കട്ടെ. ബഹുമാനപ്പെട്ട സാർ, ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ബഡ്ജറ്റ് കേരളം ജനത ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ബഡ്ജറ്റാണ് സാർ. എന്നെ ഒന്ന് വായിക്കാൻ അനുവദിക്കുമോ? സാർ, റേഷൻ കട വഴി സൗജന്യമായി കൊടുക്കുന്ന റേഷനരി വാങ്ങുന്നതിനുള്ള കിറ്റ് 25 രൂപ നിരക്കിൽ നമ്മൾ റേഷൻ കട വഴി തന്നെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സൗജന്യമായി കൊടുക്കുന്ന അരി വാങ്ങാൻ 25 രൂപയുടെ കവർ പൈസ കൊടുത്ത് വാങ്ങണമെന്ന് പറയുന്നത് അഴിമതിയല്ലേ? ഞാൻ അവതരിപ്പിച്ച് തീർന്നിട്ടില്ല സാർ. ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3 മാസത്തേക്കാണ് നമ്മളിപ്പോ വെച്ചിരിക്കുന്നത്. ഈ 3 മാസം കഴിയുമ്പോൾ ഈ 25 എന്ന് പറയുന്ന ഈ തുക 75, 100, 150 ആക്കാം. റേഷൻ കട വഴിയുള്ള അഴിമതിക്കെതിരെ തെളിവുണ്ട് സാർ. കാരണം ഇപ്പോഴും പാവപ്പെട്ട ജനങ്ങളുടെ ഒപ്പാണ് സാർ. ഇപ്പോഴും പച്ചരി എന്നും പറഞ്ഞ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് വെള്ളയരിയാണ് സാർ. അതിന് പച്ച കളറടിച്ച് കൊടുക്കാൻ പറയണം സാർ. പേപ്പറുണ്ട് സാർ. എന്ത് അസംബന്ധമാണ് സാർ പ്രതിപക്ഷം പറയുന്നത്? ഇവര് പറയുന്ന അനുസരിച്ചാണെങ്കിൽ മണ്ണെണ്ണ കൊടുക്കുമ്പോ അതിന്റെ കൂടെ മണ്ണും കൂടി വരട്ട് കൊടുക്കട്ടെ. കൃഷി വകുപ്പ് മന്ത്രിക്ക് പറയാൻ ജോലി എന്താ? ഒരു കൃഷി എന്ന് പറയുമ്പോ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മണ്ണാണ്. അപ്പൊ എനിക്ക് പറയാൻ അധികാരമുണ്ട്. അതുപോലെ തന്നെ ടൂറിസ്റ്റ് ബസ്സിന് വേണ്ടി ബസ്സിലൊക്കെ നമ്മൾ ഇങ്ങനെ പോകില്ലടാ, സ്കൂളിൽ പൈസ കൊടുത്ത ചൈന പറഞ്ഞ ടൂറിസം മേഖലയ്ക്ക് വേണ്ടിയിട്ട് 295 കോടി രൂപ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. വ്യക്തമാക്കല സാർ. എന്നെ പറയാൻ അനുവദിക്കും നിങ്ങൾ സാർ. അതായത് 12 വർഷത്തിൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി 6 മാസം വെച്ച് പൂക്കാൻ വേണ്ടിയിട്ട് 255 കോടി രൂപ നമ്മൾ മാറ്റി വെച്ചു. 6 മാസത്തിൽ എങ്ങനെ പൂക്കും സാർ? അത് ഡബ് ചെയ്യാനുള്ള പരിപാടിയാണ്, ബഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. അതറിഞ്ഞാൽ മതി. കേരള ജനതയ്ക്ക് വേണ്ടത് വികസനങ്ങളാണ്. അതുപോലെ തന്നെ ടൂറിസം മേഖലയ്ക്ക് വേറെ വികസനങ്ങൾ കൊണ്ടുവരുവാൻ നമ്മുടെ ഈ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ മൂന്നാർ തേക്കടി ഭാഗത്ത് മറ്റേ ഈ ഐസിനകത്ത് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ മറ്റേ നമ്മളെ ഐസിനകത്തെ ഇങ്ങനെ, ഞാൻ വ്യക്തമാക്കാൻ ഞാൻ തയ്യാറാണ് സാർ. നമ്മൾ ഈ ഐസിന്റെ മേലെ ഇങ്ങനെ പോകത്തില്ല. ഐസ് വണ്ടി അല്ലെന്നേ, ഡോറാബുജി അല്ലെന്നേ. ഞാൻ ചേച്ചി കണ്ടിട്ടില്ല, മറ്റേ ഇങ്ങനെ ഐസിന് മേലെ അല്ലെന്നേ തൊപ്പിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട്. വ്യക്തമാക്കി പറയണം സാർ. ഇതാണോ എന്ത് കാണിച്ചു തരാം? ഈ സംഭവമാണോ? എവിടെ? ഈ സാധനം അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് 250 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. ശുദ്ധ വിഡിത്തരമാണ് സാർ പറയുന്നത്. നമ്മൾ ഈ കേരളത്തിൽ എവിടെ സാർ ഐസിരിക്കുന്നത്? കേരളത്തിൽ എവിടെയാണ് സാർ? ഞാൻ പറയാം, ഞാൻ ഭരിക്കുന്ന കേരളത്തിൽ ഐസില എന്ന് പറഞ്ഞാൽ ശുദ്ധ അസംബന്ധമാണ്. നിങ്ങൾ നീണ്ടകര ചെന്ന് നോക്ക്, അല്ലെങ്കിൽ വേണ്ട വിഴുത്തത്ത് നോക്ക്. അവിടെ മീനകത്ത് ഐസല്ലാതെ പിന്നെ മണ്ണാണ് വാരിയത്. അതുപോലെ കേരളത്തിലെ എല്ലാവരുടെയും വീടുകളിൽ ഇരിക്കുന്ന ഫ്രിഡ്ജിനകത്ത് തണുപ്പല്ല, പിന്നെ ചൂട്ടാണ് വെച്ചത്. മുഖ്യമന്ത്രി രാജിവെക്കണം. മുഖ്യമന്ത്രി രാജിവെക്കണം. മുഖ്യമന്ത്രി രാജിവെക്കണം. ഫ്ലോറിലിട്ട് കസാരയിട്ട് വലിച്ച് ശബ്ദം ഉണ്ടാക്കണം. സാർ, ബഡ്ജറ്റ് അവതരിപ്പിക്കട്ടെ സാർ. വായിച്ചോ. നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഇത്രയും കോടി രൂപ ഞാൻ എഴുതി കണക്ക് കൂട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇതേ പറയാനുള്ളൂ. ഇനി വലിയൊരു അഴിമതി ഇവിടെ നടക്കുന്നുണ്ട് സാർ. എന്താണ് പറയുന്നത് സാർ? നമ്മുടെ വരയും കുതിരയ്ക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടി 3000 കോടി മുക്കിയ ആളാണ് ഈ ധനകാര്യ മന്ത്രി. ഞാൻ ഇത്രയും നേരം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കണക്ക് കറക്റ്റാണ്.
തീർന്നിട്ടില്ല. ഇനി എന്നാ പറയാനുള്ളത് വേഗം പറ. ഞാൻ പറയട്ടെ, നിങ്ങൾ ഞാൻ തുടങ്ങണേ. ഞാൻ അങ്ങനെ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വന്നവനാണ് ഞാൻ. എനിക്ക് പറയാനുണ്ട്, പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കേരളത്തിലെ മന്ത്രിമാർക്കും അതുപോലെ തന്നെ MLA മാർക്കും കൗൺസിലർമാർക്കും ശമ്പളം ന്യായമായ രീതി കൂട്ടിയിട്ടുണ്ട്. എല്ലാരും പോയി. ആരും വായി നാക്കില്ല, എല്ലാവരും വായിൽ ഇപ്പൊ പഴ. ആരും മിണ്ടുന്നില്ല. അതങ്ങനെയാണല്ലോ. നേതാക്കന്മാർക്ക് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങളുടെ കാര്യം അതോ ഗതി. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. താനേതാ? ഞാൻ ഇവിടുത്തെ ഒരു ക്ലീനിങ് സ്റ്റാഫാണ് സാർ. എന്നാ പറയാനുള്ളത്? നിങ്ങൾ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ഈ തറയൊക്കെ ക്ലീൻ ചെയ്യുന്ന ഞങ്ങളാണ്. എനിക്കൊരു കാര്യം മനസ്സിലായോണ്ട് പറയാണ് സാർ, ഒന്നും തോന്നരുത്. പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ തറയിലല്ല അഴുക്ക്, നിങ്ങളുടെയൊക്കെ മനസ്സിനകത്താണ് അഴുക്ക്. അതാണ് ആദ്യം ക്ലീൻ ചെയ്യേണ്ടത്. പിന്നെ സാറിനോട് ഒരു പ്രത്യേക അഭ്യർത്ഥനയുണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും. നിങ്ങൾ എല്ലാ സാധനത്തിനും വില കൂട്ടി, പക്ഷെ ദൈവത്തെ ഓർത്ത് അരിക്ക് മാത്രം വില കൂട്ടരുത്. ഞങ്ങളെ പോലുള്ള പാവങ്ങൾ മരിച്ചു കഴിയുമ്പോൾ ഞങ്ങൾക്ക് വായിക്കരി ഇടാനായിട്ട് കുറച്ച് അരി മേടിച്ചു വെക്കണം സാർ. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ അഭ്യർത്ഥന പാലിച്ച പാവപ്പെട്ടവരുടെ വായ്ക്കരി ഇടാൻ വേണ്ടിയിട്ട് ഒരു 3355 കോടി രൂപ ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു. ഞാൻ എന്ന ഭാവത്തിൽ നിന്നും നമ്മൾ എന്ന ഭാവത്തിലേക്ക് കുടുംബ കൂട്ടായ്മകൾ നമ്മെ നയിക്കുന്നു. എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം എന്ന കവിവചനം ഇന്ന് എത്രയോ അർത്ഥവത്താണ്. झमाझम नाच आजे, धमाधम ढोल बाजे, नॉन स्टॉप हल्ला मचेगा। ओए नाचो सारे, पप्पा पप्पा पीपनी पे आजा नया स्टेप सीखे, नॉन स्टॉप हल्ला मचेगा। ओए नाचो सारे, अपनी फेमस है रात वाली यारियां, जाले सारा जहां। बेथलपुर मां सुन ले ओ छोरियां, झूमे नगरिया जब जब ये घूमे। कमर यार तारी कमरिया, कमर यार तारी कमरिया। बेथलपुर मां सुन ले ओ छोरियां, झूमे नगरिया जब जब ये घूमे। कमर यार तारी कमरिया, कमर यार तारी कमरिया।
മുട്ടി വിളിക്കുന്നു ബെഗർ, അവനിട്ടതു കീറിയ നിക്കർ, ഒരു റൊട്ടി അവനിന്ന് കിട്ടിയിട്ടും ഞാൻ ചുമ്മാതെ നിൽക്കുന്നേ. നിൻകോ പട്ടി പാൽ കണ്ണി ചാട്ടി വന്നെത്തും ഞാൻ. പെണ്ണാളെ പെണ്ണാളെ നീ കരിമ്പ് ചക്കര തേനല്ലോ, കണ്ണാളെ കണ്ണാളെ നീ വയമ്പ് തോൽക്കണ ചേലല്ലോ. പെണ്ണാളെ പെണ്ണാളെ നീ കരിമ്പ് ചക്കര തേനല്ലോ, കണ്ണാളെ കണ്ണാളെ നീ വയമ്പ് തോൽക്കണ ചേലല്ലോ. Om zimam zimam bing bing boo, tin sustain se, taar chimak gई छाती से. Om zimam zimam bing bing boo, tin sustain se, tin taar है ढीली कौन कसे, 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 कौन कसे. ट्रेन की बत्तियां बुझा के बस ट्रिप लैंड दो. लूप में ट्यून बजा के थोड़ा हिट बोल दो.
പ്രോഗ്രാമായിട്ട് ഇങ്ങനെയാണോ കളിക്കുന്നത്? ചുമ്മാതെ ആൾക്കാർ പറയുന്നത് ഒരു മാർഗവും ഇല്ലാത്ത കളിയാണ് ഈ മാർഗം കളിന്ന്. അറിയാമേ, ന്യൂ ജനറേഷൻ സ്റ്റൈലൊന്നും മാറിയാലോടി. നക്ഷത്രങ്ങൾ പൂത്തു തുടങ്ങും. തീരമോഹം മാതകമാമൻ പൂവൽ മെയ്യിൽ തഴുകിയിറങ്ങും. മിടിക്കും മനസ്സിൽ സുഖത്തിൻ തരംഗം. എനിക്കും നിനക്കും ലയത്തിൻ വസന്തം. നക്ഷത്രങ്ങൾ പൂത്തു തുടങ്ങി. കണ്ണ് ജല ജലമേ പോട്ടെ മനത്ത് പറക്കണ ചെമ്പരുന്നിന്റെ കണ്ണ് ജല ജലകി പോട്ടെ പാടം പൂത്തതറിഞ്ഞോടി പൂവരമ്പിൽ വാടി കന്നി മടന്നേ നാടൻ കാറ്റു കിതച്ചോടും രാത്തിറമ്പിൽ കൂടാം കാട്ടുകരിമ്പേ താനക 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 താതിനുണ്ടോ താനക 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 താതിന
എന്തെങ്കിലും നീ നേടിയതാണോ? എന്തിനു നീയേറെ അഹങ്കരിപ്പൂ? എന്തെങ്കിലും നീ നേടിയതാണോ? എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നതൊരു പോലെ. രാജാവായാലും ഭൃത്യനായാലും കടന്നു പോകുന്നതുമൊരു പോലെ. സൗഭാഗ്യമേറെ നീ നേടിടുമ്പോൾ ഒരു കാര്യം ഒരിക്കലും മറന്നിടല്ലേ. സൗഭാഗ്യമേറെ നീ നേടിടുമ്പോൾ ഒരു കാര്യം ഒരിക്കലും മറന്നിടല്ലേ. ഈ നിമിഷം നിന്നെ ദൈവം വിളിച്ചാൽ നീ നേടിയതെല്ലാം അന്യർക്ക് പോകും. ഈ നിമിഷം നിന്നെ ദൈവം വിളിച്ചാൽ നീ നേടിയതെല്ലാം അന്യർക്ക് പോകും. എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നതൊരു പോലെ. രാജാവായാലും ഭൃത്യനായാലും കടന്നു പോകുന്നതുമൊരു പോലെ. എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നതൊരു പോലെ. മിന്നി പോലെ മിന്നി താരമെന്നും കണ്ണീരിന്റെ
तुमसे मिलने की तमन्ना है, प्यार का इरादा है, और इरादा है जानम। तुमसे मिलने की तमन्ना है, प्यार का इरादा है, और इरादा है जानम। जो कभी हम मिले तो ज़माना दे देगा अपना प्यार। ओ मेरे तुमसे मिलने की तमन्ना है, प्यार का इरादा है, और इरादा है जानम। जो कभी हम मिले तो ज़माना दे देगा अपना प्यार। ओ मेरे ओ मेरे तुमसे मिलने की तमन्ना है, प्यार का इरादा है, और इरादा है जानम। शायर नहीं, दीवाना नहीं, मैं आशिक नहीं, परवाना नहीं। मैं शायर नहीं, दीवाना नहीं, मैं आशिक नहीं, परवाना नहीं। मेरी जब से नज़र तब से जाए जीवन, मेरी जब से नज़र जाए जीवन। मैं हो गया दीवाना, मैं हो गया दीवाना, अब जाए क्या होगा जाएगा। तुमसे मिलने की तमन्ना है, प्यार का इरादा है, और इरादा है जानम। तुमसे मिलने की तमन्ना है, प्यार का इरादा है, और इरादा है जानम। फिर कहा मुलाकात हो, और सीना से दिल की बात हो। क्या फिर कहा मुलाकात हो, और सीना से दिल की बात हो। उसके जैसी हंसी मैंने देखी नहीं, उसके जैसी हंसी मुझको से तुमसे मिलने की तमन्ना है, प्यार का इरादा है, और इरादा है जानम। तुमसे मिलने की तमन्ना है, प्यार का इरादा है, और इरादा है जानम। जो कभी हम मिले तो ज़माना दे देगा अपना प्यार। ओ मेरे ओ मेरे तुमसे मिलने की तमन्ना है, प्यार का इरादा है, और इरादा है जानम। Thank you.